രാജേഷ് മാധവൻ സംവിധാനം ചെയ്യുന്ന പുതിയ പടം പെണ്ണും പൊറാട്ടും. IFFKയില് കുറെ ആൾക്കാർ ക്യൂ നിന്നിട്ടും ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത ഒരു സിനിമയാണ് ഇത്. അപ്പൊ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സിനിമ. അപ്പൊ നെറ്റ്ഫ്ലിക്സ് ഈ ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം എന്തോ വെടിച്ചില് സാധനം ഈ ഒരു സിനിമക്കകത്ത് ഉണ്ട് എന്നുള്ളത്. പിന്നെ രാജേഷ് മാധവനും കൂടെ ആണല്ലോ, പുള്ളിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ അതിന്റെ ട്രെയിലർ റിലീസായിരുന്നു. അപ്പൊ അതിന്റെ ട്രെയിലർ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടോക്കാം എങ്ങനെയുണ്ട്. ഓ, ഇതെന്ത് സാധനം? തുടക്കത്തിൽ തന്നെ ഒരു സാധനം ഉണ്ടല്ലോ, പട്ടീനെ കൂട്ടിലിട്ട് കെണിയിൽ പിടിച്ചിട്ട് എന്തോ കെട്ടി തൂക്കിട്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കട്ടാണല്ലോ. ഇതിന്റെ എഡിറ്റർ ചമ്മൻചാക്കമാണോ എന്നൊരു സംശയമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കട്ട്. ജീവിതം ടൊവിനോ ആണല്ലോ അത്. ആദ്യമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ വിചാരിച്ച പോലെ ഇതായിരുന്നില്ല എന്റെ വീട്. ഇവിടെ ഒരു നായായിട്ട് ഞാൻ എന്തിനാണ്? ആക്ട് 2 ഹ്യൂമൻസ്. സുമിത്ര ചേച്ചിന്റെ മകൻ കുമാറല്ലേ, അവനാ ജയന ചേച്ചിന്റെ മകൾ ചാരുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കണത്രേ, ക്യാൻ വി മേക്ക് ലവ്. ഇത് കൊള്ളാലോ. ഇതിൽ ഒരുപാട് പുതുമുഖ താരങ്ങൾ ഉണ്ടല്ലോ. ഇവരൊന്നും സിനിമയിൽ അധികം കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ തിങ്കളാഴ്ച നിശ്ചയല്ലേ, ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിനകത്ത് ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പാട്ടം കിഡിലോസ്കി പടമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു പടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ആ ആക്ട് 2 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഫെമിലിയർ ഫേസസ് അതിനകത്ത് ഇല്ല. ഒന്നും പറഞ്ഞില്ലേ, എന്ത് പറയാ, പറഞ്ഞു കൊടുക്കമ്മ, എന്താ സംഭവം? എനിക്ക് അഭിമാനമുണ്ട്, എനിക്കുണ്ട്. അത് പറഞ്ഞാ തന്നെ അടിച്ച ഡയലോഗില്ലേ, അതേപോലെ സാധനം തന്നെ. അയ്യോ, ഞാനിത് എന്തൊക്കെയാ കാട്ടുന്നത്? ഇത് കൊള്ളോട്ടോ പരിപാടി. ഇത് നല്ല പണി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെ പണി വെച്ചെടുക്കേ എന്നുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പടം. മലബാറാണോ എന്നൊരു സംശയമുണ്ട് സ്ലാങ് കേട്ടിട്ട്. പക്ഷെ ഇതിന്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റൈൽ ഓഫ് സാധനം പിടിച്ച പോലെ തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ പുതുമുഖങ്ങളാട്ടോ എടുത്ത് പറയണത്, കംപ്ലീറ്റ്ലി ഈ പടത്തിനകത്ത് പുതുമുഖങ്ങൾ തന്നെയാണ്. ആ, രാജേഷ് മാധവൻ ആക്ട് 2. നിനക്ക് എത്ര തിമിരാ? ഒരു പട്ടി എന്നെ കടിക്കില്ല, ഞാനാ കടിക്കാൻ പോകും. പട്ടി കടിച്ച് ടൊവിനോ തോമസ് സുട്ടു. ആ പട്ടിക്ക് സൗണ്ട് കൊടുത്തത് ടൊവിനോ തോമസ് ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ടൊവിനോ തോമസിന്റെ ശബ്ദം ഈ സിനിമക്കകത്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓ, ഓ, ഇതെല്ലാം കട്ടാണ്ടോ. പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവൻ. നിൽക്കാൻ പറ്റുന്നില്ല, ചാടിക്കോളൂ. കൊള്ളാലോ സാധനം. എനിക്ക് തോന്നുന്നു ഈ എലിയെ പിടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന പരിപാടി ഇല്ലേ, അതുപോലെ പട്ടിയെ പേടിച്ച് ഒരു നാട് മൊത്തം ചുടുക, അല്ലെങ്കിൽ നാട് മൊത്തം കുട്ടിച്ചോറാക്കുക എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് ഈ പടത്തിൽ പിടിച്ചേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനത്തേക്ക് ഫുള്ള് ഒരു കലാശപ്പോലെ, ഒരു കലാശക്കൊട്ട് പോലത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ ഉണ്ടല്ലോ. അതായത് പണ്ട് ഈ സിദ്ദിഖ് ലാലിന്റെ ഒക്കെ സിനിമകളുടെ ക്ലൈമാക്സ് പോലെ, അല്ലെങ്കിൽ വെട്ടത്തിന്റെ ഒക്കെ ക്ലൈമാക്സ് പോലത്തെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പടമാണോ എന്ന് നല്ല സംശയമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോൺറ കേട്ടോ അത്.
അങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മളിങ്ങനെ സ്ക്രീനിൽ തന്നെയായിരിക്കും ഫുൾ ശ്രദ്ധ. അത് നമ്മളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാജേഷ് മാധവന്റെ ഒരു സ്ഥിരം പുള്ളിയുടെ ഒരു സേഫർ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കാസർഗോഡ്, കണ്ണൂർ, മലബാർ ആ ഒരു സൈഡിലോട്ടുള്ള സ്ലാങ്ങും ആ ഒരു സൈഡിലോട്ടുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കാലഘട്ടം കുറച്ച് പഴയതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു വില്ലേജിന്റെ ഒരു സെറ്റപ്പും പരിപാടിയൊക്കെ കണ്ടിട്ട് കുറച്ച് പുതിയ ഈ ഒരു കാലത്തിൽ നടക്കുന്ന ഒരു സിനിമയായിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വാട്സപ്പില് ഈ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ എന്നുള്ളതൊന്നും അല്ല, ഒരു ഒരു നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഒരു തുടക്ക കാലഘട്ടത്തിലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നാട്ടുപുറത്തുള്ള കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ള ഒരു സാധനം. ഈ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിനകത്തുള്ള പുതുമുഖ താരങ്ങൾ അല്ലെങ്കിൽ പുതുമുഖ ആക്ടേഴ്സ് എത്ര എത്ര അടിപൊളിയായിട്ടാണ് സാധനം ചെയ്തേക്കുന്നത്. വളരെ നാച്ചുറൽ ആയിട്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നി കേട്ടോ. അപ്പോ ഈ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ആൾക്കാർ എന്തിനാണ് IFFK ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ഇത്ര അധികം ക്യൂ നിന്നത്. പല ആൾക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ല ഒരു പടം. അത് മാത്രമല്ല നെറ്റ്ഫ്ലിക്സ് ഈ ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം ആ പടത്തിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.